എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. ഓക്കെ, എന്താണ് അജണ്ട? എന്താ പറഞ്ഞോ എന്ത് പറയാ പറയ്. അതാ ഞാൻ ആലോചിക്കുന്നു. മാർക്കോ തന്നെ ആക്കാം. ഓക്കെ, മാർക്കോ കിട്ടുന്നവർ വിജയിക്കും. എന്തായാലും മാർക്കോന്റെ ഓളത്തിൽ തന്നെ അങ്ങ് പോട്ടെ. അതാണ് അതിന്റെ ഒരു വൈബ്. ടൈല് ഹെഡ് എന്തത്? മാർക്കോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കണ്ട കേട്ടോ. ഫസ്റ്റ് തന്നെ കിട്ടുമോ? പണ്ടാറടക്കം ബാക്കി മൊത്തം ഞാൻ കിട്ടിയില്ല. നൈറ്റ് റൈഡേഴ്സ്, അതായത് നമ്മുടെ മാത്യു തോമസിൻ്റെ 22ാമത്തെ സിനിമയാണ്. അതിൻ്റെ ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്ക് അനൗൺസ്മെന്റ് പോസ്റ്റർ. സിനിമ സംവിധാനം ചെയ്യുന്നത് നൗഫൽ അബ്ദുള്ള. എന്താണെങ്കിലും സംഭവം സൂപ്പർ ഹീറോ പടാണോ? അങ്ങനത്തെ ആ ഒരു വൈബാണ് കണ്ടിട്ട്. ഈ ഒരു പോസ്റ്ററൊക്കെ തോന്നുമ്പോൾ അങ്ങനെ ഒരു സാധനം തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ക്ലീഷേ ബ്രേക്കിംഗ് ആണെങ്കിലോ അതും പറയാൻ പറ്റൂല. ഈ രീതിയിൽ തന്നിട്ട് അങ്ങനെ ആയിരുന്നില്ല. അടുത്തത് ദാവീദ്. ലിജി മോൾ അഭിനയിക്കുന്നുണ്ട്, പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ആളുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. ഷെറിൻ. ഓക്കെ, അടിപൊളി സംഭവം. അവിടുത്തെ തൂപ്പുകാരിയാണെന്ന് തോന്നുന്നു. പക്ഷെ ആളുടെ പവറപ്പ് കാണാം ഉണ്ടാവും. നിസ്സാരമായിട്ട് കാണണ്ട എന്നുള്ളത്. അടുത്തത് ഫ്ലാസ്ക് സിനിമയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഷൈജു കോപ്പ്, കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ. ദിസ് ഇസ് നോട്ട് എ കോണച്ച പ്ലാൻ. ഓക്കെ, പിന്നെ അശ്വതി ശ്രീകാന്ത്. ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാടും ഉണ്ട് കേട്ടോ. രാഹുൽ റിജി നായരാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും സൈജു ഗ്രൂപ്പ് നായകനാവുന്ന സിനിമ അല്പം ഒരു പ്രതീക്ഷ വെക്കാം. തീർച്ചയായിട്ടും എന്തായാലും ഒരു ആവറേജിന് മുകളിൽ എന്തായാലും ഉണ്ടാവും സംഭവം. എന്താണ് ഐഡന്റിറ്റി? നീ സൈലന്റ് തന്നെ പേടിപ്പിക്കല്ലേ. ഞാൻ നീ എന്ത് പറയുന്നു വിചാരിച്ചൊക്കെ നോക്കിക്കോ. അതായത് ഐഡന്റിറ്റി സിനിമയെ കുറിച്ച് അവരുടെ ടീം പുറത്തു വിട്ട ഒരു സംഭവം മാത്രമാണ്. അതായത് ഇതിന്റെ സെക്കൻഡ് ഹാഫ് 40 മിനിറ്റ് മലയാള സിനിമ ഇതുവരെ കാണാത്ത സാധനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളല്ല പറഞ്ഞത്, ഐഡന്റിറ്റി ടീമാണ്. ഒരു പ്രത്യേക തരം സംഭവമാണ് മലയാള സിനിമയിൽ ഇതുവരെ കാണാത്തത്. അതെന്തോ ആണ്. അപ്പം എന്താണത്? ഇപ്പം മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഒന്നിപ്പോ കാണിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ഇനി അടുത്തതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതിന് കാത്തിരിക്കുന്നു. തരൂ. ഓക്കെ, അടുത്തത് ഓഫീസർ. വൻ സാധനങ്ങൾ തന്നെയാണല്ലോ. അതെ, ചാക്കോച്ചൻ നായകനാവുന്ന സിനിമയാണ്. നമ്മുടെ പ്രിയാമണിയാണ് സിനിമയിലെ നായിക. സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി. പോസ്റ്റർ കിട്ടില്ല. ഡേറ്റ് വന്നിട്ടില്ല. ഫെബ്രുവരിയിലാണെന്ന് മാത്രമേ. ഒഡേല 2 സിനിമയുടെ പുതിയൊരു പോസ്റ്റർ. എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇനി ഞാൻ വിഷ് ചെയ്തില്ലടാ. ഞങ്ങള് ക്യാൻഡിൽ ഡിന്നറൊക്കെ പ്ലാൻ ചെയ്ത് സ്വപ്നത്തില് പറഞ്ഞില്ല പ്ലാനിങ്. എന്താണെങ്കിലും പോസ്റ്റർ ഇതാണ്. പോസ്റ്റർ ഒഡേല 2 ഒരുപാട് തലയോട്ടികളുടെ മുകളിലൂടെ നടന്നു പോകുന്നു. അതിലേതെങ്കിലും ഒരു തല ഉണ്ടതായിരിക്കും. കുറേ ദിവസമായി എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു കിടക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു. കൊട്ടേഷൻ കൊടുക്കാതിരുന്നു. കമന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ. ആരെ? ഇന്നേ അങ്ങനെ. അതായത് കഥ നടക്കുന്നത് ഇപ്പോഴല്ല, മുന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത കിഴി ബാരോസ് സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ബുക്ക് ചെയ്തോളി. ഇന്നലെ 10 മണിക്കാണ് ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയത്. പലയിടങ്ങളിലും വളരെ പെട്ടെന്ന് ബുക്കിംഗ് ഫില്ലായിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ രാഗം ഒക്കെ 9:30 ഷോ അപ്പോഴേ ബുക്കായി, ഹൗസ്ഫുള്ളായി. എവിടെ മാർക്കോ നീ എവിടെ? വാ. അടുത്തത് ജൂഡ് ആന്റണി നിവിൻ പോളി ഒരുമിക്കുന്നു. 2018 ശേഷം ജൂഡിന്റെ അടുത്ത സിനിമ. ആളിപ്പോ അവിടെ തമിഴ്നാട്ടിൽ പോയിട്ട് ഏതോ ഒരു എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ട് ലൈക്ക പ്രൊഡക്ഷന്റെ കൂടെ. പെട്ടിരിക്കുകയാണ്. ലൈക്കന്റെ ഒക്കെ കൂടെ
ഒപ്പിട്ടതാണ് പ്രശ്നം. എന്താണെങ്കിലും ഊരി പോരാ ബുദ്ധിമുട്ടാണ്. യെസ്, എന്താണെങ്കിലും 2018 നിവിൻ പോളിക്ക് ഒരു ഇത് അതിനകത്തും കൊടുക്കണം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അതായത് ആ ബസ്സില്ലേ ഡ്രൈവർ, ഏതാണ് ആ ബസ്സിന്റെ പേര്? ബുള്ളറ്റോ അല്ല, അതിന്റെ പേരും പോയി സാരല്ല, അവര് പറഞ്ഞു. ആ ബസ്സിന്റെ ഡ്രൈവറായിട്ട് ഇനി അങ്ങനെ ചിലപ്പോ ആ ക്യാരക്ടർ തന്നെ ആയി, അതൊന്നും ആയിരിക്കൂലായിരിക്കും. അതാവോ എന്താണെങ്കിലും മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ അപ്പൊ എന്തായാലും അതല്ല. മാത്രല്ല വിജയ് സേതുപതിയൊക്കെ ഇതില് പ്രധാന കഥാപാത്രമായിട്ട് പരിഗണിക്കുന്നുണ്ടെന്നൊക്കെയാണ് ആള് പറഞ്ഞിരിക്കുന്നത്. ആള് തന്നെ പറഞ്ഞതാ. എന്താണെങ്കിലും അതെ, കാത്തിരിക്കാം. നിവിൻ പോളി കുറച്ചുകൂടി ഒന്ന് ഉഷാറാവണം, അത്ര നമുക്കിപ്പോ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. തിരിച്ചു വാട ചെറുക്ക. അതെ, എത്ര നാളായി പല സ്ഥലങ്ങളിലും ഇരുന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, എനിക്ക് വില്ലൻ വേഷം ചെയ്യണം എന്നൊക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് വില്ലൻ വേഷം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ തോന്നാനുള്ളൊരു ഇത് ചെയ്യണ്ടേ, എങ്കിലല്ലേ അതൊക്കെ വരുള്ളൂ. മനസ്സിലതുണ്ടെങ്കിൽ അത് ബാക്കിയും കൂടി ചെയ്ത് കൊണ്ടുപോവാം. സെറ്റാക്ക്. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം അതും കൂടി അതിന്റെ കൂടെ ചേർക്കണം. ആഗ്രഹം മാത്രം പോരാ, കഴിവുണ്ട്, ആഗ്രഹമുണ്ട്. കഴിവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുള്ളതാ. അതെ. ഓക്കെ, അടുത്തത് ജയിലർ 2. അടിപൊളി. ജയിലർ 2 സിനിമയുടെ ഷൂട്ട് തുടങ്ങാനായിട്ട് പോവാണ്. ലൊക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ ഹണ്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് കേരളത്തിലാട്ടോ. യെസ്, ഒന്ന് കോയമ്പത്തൂർ. ഇതിൻ്റെ പ്രൊമോ ആൾറെഡി ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊമോ ജനുവരിയിൽ റിലീസിന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. മിക്കവാറും അത് സംക്രാന്തിക്കായിരിക്കും ആയിരിക്കാം, നോക്കാം. എന്ന് വരും പറഞ്ഞാലേ ബർത്ത്ഡേക്ക് വരും വെറുതെ തന്നില്ലെന്ന് പറയാം. ഒറ്റ വീഡിയോ വരുള്ളൂ. അതായത് ഇങ്ങനത്തെ വലിയ സ്റ്റാറുകളുടെ വീഡിയോ ഒറ്റന്നേ വരുള്ളൂ. അത് ഏതെങ്കിലും സിനിമ അത് ഇനി വരാനിരിക്കുന്ന ഏത് അതിനെ പ്രാധാന്യം കൊടുക്കുള്ളൂ. അടുത്തത് തുടരും സിനിമയുടെ ടീസറോ ട്രെയിലറോ ഉടനെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മേ ബി ക്രിസ്മസിന് തന്നെ അയക്കാം. റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിന് വരാം, അല്ലെങ്കിൽ ന്യൂ ഇയറിന് വരാം, ഇല്ലെങ്കിൽ സിനിമ തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ വരാം. ഇതിനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പറഞ്ഞത്? അല്ല, എല്ലാത്തിനും ഒരു നമുക്ക് രക്ഷപ്പെടാനൊരു വഴി ഇട്ടിട്ട് പോകണം. അത് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഇനി പ്രശ്നമാണ്. ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത കിഴി ഒരു ചെറിയ കിഴി മാർക്കോ. ആശ്വാസ, ഇനി ഞാൻ വെറുതെ ഇരിക്കാം. കുഴപ്പമില്ല, ഇനി ആകെ 1, 2, 3 കിഴി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ തുടക്കത്തിലെ കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ, തുടക്കത്തിലെ അവന് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന അഹങ്കാരത്തിന്റെ ഒരു 2-3 ഇരട്ടിയെങ്കിലും. ശരി, ഞാൻ അഹങ്കാരം ഇടാതെ തന്നെ നീ അഹങ്കാരം ഉണ്ടെന്ന് കരുതിയോ? അത് അവർക്ക് അറിയാത്തോണ്ട്, എനിക്കല്ല നിന്നെ അറിയണേ. തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിന് മുൻപ് ഇതൊക്കെ അഹങ്കാരം എന്താണ് ഇതൊക്കെ? പറഞ്ഞു കൊടുക്ക്, മാർക്കോന്റെ വിശേഷം പറഞ്ഞു. ഞാൻ പറയണോ? അല്ലടാ, ഞാൻ ഇനി പറയാം. മാർക്കോ നീ പറഞ്ഞോ? അത് വേണ്ട, കാര്യം പറഞ്ഞു. ശരി, എന്തായാലും ഇനിയുള്ള പണി ഞാൻ എടുക്കണം. മാർക്കോ സിനിമയുടെ അപ്ഡേറ്റ് ഉണ്ട്. സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ, അതായത് 20 കോടി പിന്നിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ മറ്റൊന്ന്, അതായത് ഇതിന്റെ എന്താണ് പറഞ്ഞു അതായത് അൺകട്ട് വേർഷൻ OTT കാണാം. 8 മിനിറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത്. പിന്നെ നമ്മുടെ അടിച്ചു കയറി വാ, അത് മാർക്കോ എന്താ വേണ്ടെന്ന് അത് OTT തരും. തിയേറ്ററിൽ തന്നില്ല, നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം അപ്പോഴും മിസ്സിംഗ് ആയിരുന്നു. അത് സെൻസർ ബോർഡ് കട്ട് ചെയ്താന്ന് പറഞ്ഞത്, റിയാസ് ഖാന്റെ സംഭവം. അപ്പൊ അതിന് മാത്രം എന്തോ സാധനം തന്നെയാണ്. പിന്നെ അവർ പറഞ്ഞല്ലോ, അതായത് മാക്സിമം അവരുടെ ഭാഗത്തു നിന്ന് സഹകരണമായിരുന്നു. മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് പറ്റാത്ത ലെവലിലേക്ക് സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ റൂൾ ഈസ് റൂൾ, അതത്രേ ഉള്ളൂ. അപ്പൊ അതിന് മറികടക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ എന്റെ പണി കളഞ്ഞേക്കാം. ഓക്കെ, എമ്പുരാൻ സിനിമയെ കുറിച്ച് സുരാജ് വെഞ്ഞാറമൂട് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല്, അതായത് ഇതിന്റെ എക്സ്ട്രാ ഡീസന്റിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഇതിൽ പറഞ്ഞതാട്ടോ. എന്താന്നറിയോ പറഞ്ഞത്? എനിക്കൊരു കണ്ണട കാണാമല്ലോ. എന്തായിരുന്നടാ പറഞ്ഞ? ജംഗിൾ പൊളി. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പോലെ. അതെ, അതായത് ഇത് ജംഗിൾ പൊളി അല്ലല്ലോ. ആറാട്ടണ്ണനെ ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് തുടക്കത്തില് ആളിങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ ആറ്റിറ്റ്യൂഡിന് ഇരുട്ടെങ്ങനെ കിട്ടാനാണ് ഞാൻ നോക്കുന്നത്. എന്താണ് ജംഗിൾ പൊളി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അമ്മാര് സാധനമാണ് ഡബ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞല്ലോ. കുറച്ച് ഭാഗങ്ങൾ ആള് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ആളുടെ ഭാഗം കണ്ടു, പിന്നെ അതല്ലാതെ കുറച്ച് ഭാഗങ്ങളും കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാണട്ടെ.
ജംഗിൾ പൊളി എന്ന് പറഞ്ഞതിൽ ഒരു പ്രത്യേക സംഭവം ഉണ്ട്. ഇത് പറയാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അത് പറയാൻ പാടില്ലാത്തതാണോ? ചെറിയൊരു സ്പോയിലർ ആകും. ആ കുഴപ്പമില്ല, പറഞ്ഞു. ജംഗിൾ പുളി അതിൻ്റെ ഒരു സംഭവമല്ല, ആ ഡയലോഗിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും. അതായത് ജംഗിളിലുള്ളൊരു സംഭവം അതാണ് ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പോരെ, സ്പോയിലറായില്ലേ? ഇനിയിപ്പോൾ ഇതും ഇല്ലെങ്കിൽ അതുണ്ടാവും. അല്ലെങ്കിൽ എമ്പുരാന്റെ ഒരു സാധനം നമ്മുടെ തലയിൽ കിടപ്പുണ്ട്. ഇനി അതിന്റെ പുറത്ത് വേറെയും കൂടി ഇട്ട് കൊടുക്കടാ. ഇതില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിളിച്ചോ? എന്താണെങ്കിലും ഉണ്ടാവട്ടെ. എന്താണെങ്കിലും സായികുമാറും ഒരു ചെറിയൊരു ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. സായികുമാറിന്റെ ക്ലിപ്പ്. വേണ്ടേ? ശരി, കുഴപ്പമില്ലടാ, വിട്ടു. എന്താണ് കാര്യം? എന്താ? അതെ, ക്ലിപ്പ് കണ്ടാലല്ലേ കാര്യം എന്താന്ന് അറിയുള്ളൂ. ശരി. ഓ, ഇപ്പോഴാണ് മാർക്ക് കിട്ടിയ പവറിലോട്ട് എത്തി തുടങ്ങിയത്. അവൻ്റെ ഇല്ല കാണിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ. ലൂസിഫർ പോലെ ആകുമോ എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് പറഞ്ഞത്. ലൂസിഫർ പോലെ അല്ല ഇത് കാണേണ്ടത്, ഇത് അതിനേക്കാളും മേലെ അങ്ങനെ കാണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും കാത്തിരിക്കാം. ഇനി ഞാൻ തന്നെയല്ലേ എന്ത് പിന്നെ തന്നെ. അടുത്തത് മെന്റൽ മനതിൽ. കറക്റ്റ് പേര് ഇരുത്തിരുന്നു. മെന്റൽ മനതിൽ. വേറെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇല്ല ഇല്ലേ? പിന്നെ ചിരിച്ചത്. അതായത് പിഷാരടിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ധർമ്മജൻ. ധർമ്മജൻ ഉണ്ടല്ലോ, ഒരു കോട്ടൊക്കെ ഇട്ടിട്ട്. ആ സാറാണോ നോക്കിയത്? അത് കറക്റ്റ് ആയിരുന്നു. ഒത്തില്ല ആണല്ലേ? ഓക്കെ, ശരി. മീശയിലത് ഒളിഞ്ഞു പോയതാ. മീശ കൊണ്ട് മറച്ചു കളഞ്ഞു. എന്താണെങ്കിലും മെന്റൽ മനതിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. പൂജ ഇന്നലെ കഴിഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, നമ്മുടെ സെൽവരാഘവൻ സെൽവരാഘവൻ GVP നായകനാക്കി ചെയ്യുന്ന സിനിമയാണ്. അതെ. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ഇത് ഇന്ന് നേരത്തെ ഓടിപ്പോയിട്ട് ക്യാമറ ഓഫാക്കൊന്നുമില്ല കേട്ടോ. സാധാരണ കാണാറില്ലേ നിങ്ങൾ ചില സമയത്ത് എണീറ്റ് ഓടുന്ന. ഇന്ന് കുറച്ച് നേരം ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ആറ്റിറ്റ്യൂഡ് കിങ് ആയിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ പോയിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. ടൈമുണ്ട്. പെട്ടെന്നായല്ലോ. കുറച്ചും കൂടി ഒന്ന് വൈകണമായിരുന്നു. എന്താ സ്ലോ മോഷൻ വരാത്തത്? സ്ലോ മോഷൻ കിട്ടൂല? കിട്ടൂല. നിന്റെ വാക്കിന് വേണമെങ്കിൽ സ്ലോ മോഷൻ കൊടുക്കാം. നിന്റെ വാക്കിംഗ് കിട്ടൂല. ഇല്ല.